എല്ലാവർക്കും നമസ്കാരം. ഈ സ്ഥാപന ദിനത്തിൻ്റെ ആശംസകൾ എല്ലാവർക്കും ഞാൻ പറയുന്നു. എല്ലാവർക്കും ആശംസകൾ. BJP പ്രവർത്തകരും കുടുംബാംഗങ്ങളും എല്ലാ മലയാളികൾക്കും ഈ സ്ഥാപന ദിനത്തിൻ്റെ ആശംസകൾ. ഇന്ന് ഏപ്രിൽ 6 2025 നമ്മുടെ 45ാമത്തെ സ്ഥാപന ദിനമാണ്. 45 കൊല്ലം മുമ്പേ സുരേഷ് പറഞ്ഞ മാതിരി അടൽ ബിഹാരി വാജ്പേയിയും LK അഡ്വാനിജിയും നേതൃത്വം കൊടുത്ത ഒരു ഫൗണ്ട് ചെയ്ത ഭാരതീയ ജനതാ പാർട്ടി ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ ഒരു ഡെമോക്രാറ്റിക് പൊളിറ്റിക്കൽ പാർട്ടിയും ഇന്ത്യയിലെ ഏറ്റവും ജനപ്രിയ പൊളിറ്റിക്കൽ ഫോർമേഷൻ ആയിട്ടാണ് നമ്മൾ കാണുന്നത്. ഈ 45 കൊല്ലത്തിൽ ഇന്ത്യയിൽ കേൾക്കുന്നുണ്ടോ അല്ലേ? ഇന്ത്യയുടെ രാഷ്ട്രീയത്തിൽ കൊണ്ടുവന്നൊരു മാറ്റം ആർക്കെങ്കിലും ഒരു ക്രെഡിറ്റ് എടുക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അത് ഭാരതീയ ജനതാ പാർട്ടിക്കാണ്. 1980 വരെ നമ്മുടെ ഇന്ത്യ രാജ്യത്തിൽ കോൺഗ്രസ് ഒരു ഹെജിമണി, കോൺഗ്രസിൻ്റെ ഒരു ഡോമിനേഷൻ, നമ്മുടെ രാഷ്ട്രീയത്തിൽ കോൺഗ്രസിൻ്റെ ഒരു അൺചാലഞ്ച് ഡോമിനേഷൻ്റെ കാരണമാണ് 2014 ഇന്ത്യൻ്റെ സ്ഥിതിയും ഇന്ത്യയിലെ ജനങ്ങളും ഒരു മാറ്റം വേണമെന്ന് പറഞ്ഞിട്ട് നരേന്ദ്രമോദിജീൻ്റെ സർക്കാരിന് ഇങ്ങനൊരു മാൻഡേറ്റ് അദ്ദേഹത്തിന് കൊടുത്തത്. ഈ 45 കൊല്ലം ഭാരതീയ ജനതാ പാർട്ടിൻ്റെ ലീഡർഷിപ്പിൽ ഇന്ത്യ എത്രയോ മുമ്പോട്ട് പോയിട്ടുണ്ട്. ഈ കഴിഞ്ഞ 11 കൊല്ലം ഇന്ത്യയിൽ വന്ന ട്രാൻസ്ഫോർമേഷൻ അത് നോക്കിയാൽ അതിനു മുമ്പ് 65 കൊല്ലമുള്ള കോൺഗ്രസും UPAയും, അതിൻ്റെ പഴയ പേര് UPA, ഇന്ന് അവരുടെ പേര് ഇന്ത്യ അലയൻസ്, പഴയ പേരിന് കുറച്ചൊരു അവർക്കൊരു ഷെയിമുണ്ട്, അതുകൊണ്ട് പേരെല്ലാം മാറ്റി. അത് കമ്പാരിസൺ ചെയ്യുമ്പോൾ BJPൻ്റെ നമ്മുടെ രാഷ്ട്രീയ ചരിത്രത്തിലും നമ്മുടെ നാഷണൽ ഡെവലപ്മെൻറ്റിന് എന്തൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് ഇന്ന് ഈ സ്ഥാപന ദിനത്തിൻ്റെ ഒരു അവസരത്തിൽ നമുക്ക് ഓർമ്മ കൊണ്ടുവരാനുള്ളൊരു സാധനമാണ്, ഒരു കാര്യമാണ്. BJP അന്നും 45 കൊല്ലം മുമ്പും ഇന്നും നാളെയും ഒരു പ്രവർത്തകരുടെ പാർട്ടിയാണ്. BJPൻ്റെ ഏറ്റവും ഒരു കോർ വാല്യൂ സിസ്റ്റം അല്ലെങ്കിൽ കോർ ഐഡൻറ്റിറ്റി പ്രവർത്തകൻ ആണ്. ജനങ്ങളുടെ പ്രശ്നങ്ങളും വിഷമങ്ങളും അതിനുവേണ്ടി അധ്വാനിക്കാനും അതിനുവേണ്ടി പ്രവർത്തിക്കാനുമാണ് BJPൻ്റെ എല്ലാ പ്രവർത്തകരുടെയും ഒരു ദൗത്യവും ലക്ഷ്യവും അവരുടെ ഒരു കടമയും. അത് അന്നു അടൽ ബിഹാരി വാജ്പേയി തുടങ്ങിയ 1980 BJPയും ഇന്നും അതേ ഒരു ഫിലോസഫിയും ഐഡിയൽസ് എടുത്തിട്ടാണ് ഞങ്ങൾ മുമ്പോട്ട് പോകുന്നത്. ഈ ദിനം ഒരു ആഘോഷിക്കാൻ ഒരു ദിനമാണ്. ബട്ട് അതിൻ്റെ കൂടെ എല്ലാ പ്രവർത്തകരും എല്ലാവരും അവരുടെ ഒരു ദൗത്യം, അവരുടെ ലക്ഷ്യം, നമ്മുടെ എല്ലാവരുടെയും പാർട്ടിയായിട്ട് ഞങ്ങൾ എന്താണ് ചെയ്യാൻ പോകുന്നത് അതിൻ്റെ ഒരു ഓർമ്മിപ്പിക്കാനും ഉള്ളൊരു അവസരമാണായിട്ട് ഞാൻ കാണുന്നത്. ഞാൻ പറഞ്ഞ മാതിരി കഴിഞ്ഞ 10-11 കൊല്ലത്തിൽ നമ്മുടെ നാടിൻ്റെ രാഷ്ട്രീയം എത്രയോ മുമ്പോട്ട് പോയിട്ടുണ്ട്, നമ്മുടെ എത്രയോ ചേഞ്ചസ് വന്നിട്ടുണ്ട്.
2014 ഒരു ഫ്രജൈൽ 5 ഇക്കോണമി ആയിട്ട് കാണുന്ന ഇതേ ഇന്ത്യ ഇന്ന് ടോപ്പ് 3 ഇക്കോണമി ആയിട്ട് മാറുന്നുണ്ട്. അതാണ് BJPൻ്റെ ഒരു കോർ ഐഡിയോളജി. എല്ലാവരോടൊപ്പം എല്ലാവർക്കും വേണ്ടി ഒരു പോളിറ്റിക്സ് ഓഫ് പെർഫോമൻസ്. ഈ സ്ഥാപന ദിനത്തിന് അതാണ് ഒരു റിമൈൻഡർ. ഇതാണ് ഞങ്ങളുടെ ദൗത്യം, ഇതാണ് ഞങ്ങൾ ചെയ്യാൻ പോകുന്ന അധ്വാനം, ഇതിനു വേണ്ടിയിട്ടാണ് ഞങ്ങൾ ചെയ്യാൻ പോകുന്ന അധ്വാനം, ഇതാണ് ഞങ്ങളുടെ ലക്ഷ്യം. എല്ലാവരുടെ ഒപ്പം എല്ലാവർക്കും വേണ്ടി. ഭാരതീയ ജനസംഘിൽ ഇൻറ്റിഗ്രൽ ഹ്യൂമാനിസം എന്നൊരു കോൺസെപ്റ്റിനെ ഇന്ന് നരേന്ദ്രമോദിജി മുമ്പോട്ട് വയ്ക്കുന്നത്, ഭാരതീയ ജനതാ പാർട്ടി മുമ്പോട്ട് വയ്ക്കുന്നത്, എല്ലാവരുടെ ഒപ്പം എല്ലാവർക്കും വേണ്ടി പുരോഗതി, വികസനം, അവസരങ്ങൾ, തൊഴിൽ, വിദ്യാഭ്യാസം, സ്കിൽസ്, ഇതാണ് BJPൻ്റെ മിഷൻ, BJPൻ്റെ ദൗത്യം. ഇന്ത്യ ഫസ്റ്റ് ആണ് BJPൻ്റെ ഒരു കോർ വാല്യൂ. എല്ലാവരുടെ ഒപ്പം എല്ലാവർക്കും വേണ്ടി എന്ന് പറയുമ്പോൾ ഇന്ത്യ ഫസ്റ്റ്, BJP കേരളയ്ക്ക് കേരളം ഫസ്റ്റ്, ഒരു വികസിത കേരളം ഉണ്ടാക്കണം, ഇവിടെ മാറ്റം കൊണ്ടുവരണം. ഈ 10, 20, 30 കൊല്ലമായിട്ട് ജനങ്ങളെ പരാജയപ്പെടുത്തുന്ന ഈ UDF LDFൻ്റെ രാഷ്ട്രീയത്തിൽ മാറ്റം കൊണ്ടുവരണം. ആ രാഷ്ട്രീയത്തിൽ മാറ്റം കൊണ്ടുവന്നില്ലെങ്കിൽ നമ്മുടെ കേരളം മാറില്ല എന്ന് വിശ്വസിച്ച് BJP മുമ്പോട്ട് പോകുമ്പോൾ ഞങ്ങൾക്ക് ഇവിടെ മാറ്റം കൊണ്ടുവരണം. മാറ്റം കൊണ്ടുവരാൻ അധികാരത്തിൽ വന്ന് ജനങ്ങളുടെ ജീവിതത്തിൽ പുരോഗതിയും വികസനം കൊണ്ടുവരണം എന്നാണ് ഞങ്ങളുടെ ദൗത്യം. അപ്പോൾ ഞാൻ വാക്ക് ചുരുക്കുന്ന മുമ്പ് സമ്മറൈസ് ചെയ്യുന്നു. ഞങ്ങളുടെ ദൗത്യം, നമ്മുടെ ദൗത്യം, BJP കേരള, NDA കേരളത്തിൻ്റെ ദൗത്യമാണ് വികസിത കേരളം. എല്ലാവരോടൊപ്പം എല്ലാവർക്കും വേണ്ടി ഒരു വികസിത കേരളം. ജനങ്ങളുടെ ജീവിതത്തിലൊരു മാറ്റം, ഇവിടെ പുരോഗതി, വികസനം, ഇൻവെസ്റ്റ്മെൻറ്റ്, തൊഴിൽ ഉള്ളൊരു കേരളം. നോക്കുകൂലിയുള്ള കേരളം വേണ്ട, ഇവിടെ ഒരു വികസിത കേരളം ആരംഭിക്കണം എന്ന് ആണ് ഞങ്ങളുടെ ഒരു ദൗത്യം. വരുന്ന ഒരു കൊല്ലം 12 മാസത്തിൽ 2 ഇലക്ഷൻ വരുന്നുണ്ട്. എല്ലാവരെയും ഞാൻ അഭ്യർത്ഥിക്കുന്നു, എല്ലാ പ്രവർത്തകരെ അഭ്യർത്ഥിക്കുന്നു, നമ്മൾക്ക് ഇതിന് അധ്വാനിച്ചാൽ നമ്മുടെ ഒരു ദൗത്യം, നമ്മുടെ ലക്ഷ്യം അധികാരത്തിൽ വന്നിട്ട് ജനങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റം കൊണ്ടുവരാനുള്ള ഒരു ലക്ഷ്യം, നമുക്ക് അതിൽ സക്സസ്ഫുൾ ആവാൻ ഒരു അവസരം കിട്ടും. അതുകൊണ്ട് ഞാൻ വാക്ക് ചുരുക്കുന്ന മുമ്പ് ഒരിക്കൽ കൂടി പറയുന്നു, ഇത് ആഘോഷിക്കുന്നൊരു ദിനമാണ്. 45 കൊല്ലം BJP ഇന്ത്യയിൽ കൊണ്ടുവന്ന മാറ്റം ഇനി വരുന്ന കാലത്ത് നമുക്ക് കേരളത്തിലും കൊണ്ടുവരണം. അതിന് അധ്വാനിക്കണം. ഒരു വികസിത കേരള എല്ലാവരുടെ ഒപ്പം എല്ലാവർക്കും വേണ്ടി ഉണ്ടാക്കണമെന്ന് പറഞ്ഞ് വാക്ക് ചുരുക്കുന്നു. എല്ലാവർക്കും നമസ്കാരം, നന്ദി, ജയ് ഹിന്ദ്, ഭാരത് മാതാ കി ജയ്. സോറി. ഈ ഞങ്ങളുടെ ഒരു കോർ, ഞാൻ പറഞ്ഞ മാതിരി ജനങ്ങളെ പ്രശ്നങ്ങളും പരിഹരിക്കാനും, നമ്മൾ ഇപ്പോൾ വഖഫ് ആക്ട് പാർലമെൻറ്റ് പാസ് ചെയ്ത മാതിരി ജനങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാനാണ് ഞങ്ങളുടെ ഒരു കടമ എന്നാണ് ഞങ്ങളുടെ വിശ്വാസം. അതിനുവേണ്ടി എല്ലാ ഡിസ്ട്രിക്റ്റ് ഓഫീസസിലും ഒരു വികസിത കേരളം BJP ഹെൽപ്പ് ഡെസ്ക് ഞങ്ങൾ ഇന്ന് അനൗൺസ് ചെയ്യുന്നു. അത് ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. അവിടെ ആരാണെങ്കിലും എവിടുന്നാണെങ്കിലും അവിടെ വന്ന്, അല്ലെങ്കിൽ ഹെൽപ്പ് ഡെസ്ക് അവരുടെ അടുത്ത് പോയി, അതിൽ ഡിജിറ്റൽ വെർഷനും ഉണ്ടാവും. ആ ഹെൽപ്പ് ഡെസ്ക് വഴി ജനങ്ങളുടെ പ്രശ്നങ്ങളും വേദനകളും കൺസേൺസും ഗ്രീവൻസസും എല്ലാം പരിഹരിക്കാൻ BJP
ഒരു പാർട്ട്ണറാവും, കൂടെ ഉണ്ടാവും. അതാണ് ഈ ഹെൽപ്പ് ഡെസ്കിൻ്റെ പിന്നിൽ ഒരു വലിയ കോർ ഐഡിയ. അത് ഇന്ന് ഞങ്ങൾ ലോഞ്ച് ചെയ്യുന്നു. കൃഷ്ണകുമാർജിയാണ് അതിൻ്റെ ഇൻചാർജ്. അദ്ദേഹം ആ വീഡിയോ ലോഞ്ച് ചെയ്യുന്നു. നന്ദി, നമസ്കാരം. ഇവിടെ എന്താണ് നടക്കുന്നത്? ഒന്ന് കണ്ണു തുറക്കൂ. കാലങ്ങളായി ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമില്ല, ദുഃഖങ്ങൾക്ക് അറുതിയില്ല. പരിശ്രമിക്കുന്ന പ്രവർത്തകരുടെ പാർട്ടിയായ BJPക്ക് ജനകീയ പ്രശ്നങ്ങൾ കണ്ടില്ലെന്ന് നടിക്കാനാവില്ല. അവയ്ക്കൊരു പരിഹാരത്തിനായി സമർപ്പിക്കുന്നു വികസിത കേരളം BJP ഹെൽപ്പ് ഡെസ്ക്. കൂടെയുണ്ട് ഞങ്ങൾ.